കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോസ് ടി വി എന്ന ഈ ടെസ്റ്റ്മെൻ്റ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇതിലൂടെ കടന്നു വരുന്ന ഓരോ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുവാൻ കഴിയുന്നത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ ജീവിതാനുഭവങ്ങൾ ജോസ് ടി വിയുടെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുവാൻ ഞങ്ങളുടെ ചാനലിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലി ഫിലിപ്പ് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യും. സമാധാനമായിരിക്കുന്നേ? അസമാധാനമായിരിക്കുന്നു, ദൈവകൃപയിലായിരിക്കുന്നു. ഓക്കെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തദാസൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരുമായി നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പായി ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിലപ്പെട്ട ഭൃത്തിനെ ഞങ്ങൾക്ക് ലഭ്യമായതോർത്ത സ്തോത്രം. പ്രിയപ്പെട്ടവരോട് കേൾക്കുവാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ കർത്താവെ, കേൾവിക്കാരാകുന്ന അനേകർക്കത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇടങ്ങളെ ദൈവകരങ്ങൾ വയ്ക്കുന്നു, സിസ്റ്റത്തെ എല്ലാം ദൈവകരങ്ങൾ വയ്ക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയമൂലം കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഓക്കെ, പാസ്റ്ററെ, തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങളാണ്. നമുക്കത് വിനിയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനം. ഇപ്രകാരം ജോയ്സ് ടി വിയിലൂടെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ അവസരം ഒരുക്കി തന്ന ദൈവദാസനും കുടുംബത്തിനും മറ്റ് പ്രിയപ്പെട്ടവർക്കും കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നാദ്യമായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്രകാരം എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അലി മുഹമ്മദ് എന്നാണ്. മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇപ്പോൾ അലി ഫിലിപ്പ് എന്ന പേരിൽ ഞാൻ അറിയപ്പെടുന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനും മദ്രസയിൽ പഠിക്കുന്നതിനുമെല്ലാം തന്നെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തില് മാതാവിന്റെ മരണം അത്യാവശ്യം ഒരു സാമ്പത്തിക ഭദ്രതയുള്ളതായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. ചെറുപ്രായത്തിൽ തന്നെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നുപോയതോടുകൂടെയാണ് വാസ്തവത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുന്നത് തന്നെ. എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുമാൻ ആയിരുന്നു. ചുക്ക്, കുരുമുളക്, ഹോട്ടല്, പലചരക്ക് കട, റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മാതാവിന്റെ മരണവും അധികം താമസിയാതെ രണ്ടാനമ്മയുടെ ആഗമനവും, രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ രണ്ടാനമ്മയുടെ പീഡനം അവിടെ ആരംഭിക്കുക. ഏതെങ്കിലും രീതിയിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു രണ്ടാനമ്മയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ 2 മക്കളാണ്. രണ്ടാനമ്മയ്ക്ക് 8 മക്കൾ, അങ്ങനെ 10 മക്കളുള്ള അടങ്ങിയ ഒരു കുടുംബമാണ്. എൻ്റെ ഉമ്മ മരിച്ച് അടുത്ത ദിവസം തന്നെ എൻ്റെ നേരെ താഴെയുള്ളതായ പെങ്ങളെ 4 അമ്മാവന്മാരുണ്ട്. ഉമ്മയുടെ ഉമ്മയുണ്ട്. പെങ്ങൾക്ക് പകരമായിട്ട് 4 അമ്മാവന്മാരും ഒരു പെങ്ങളുമാണ് ഉള്ളത്. പെങ്ങള് മരിച്ചോടുകൂടെ
ആ സ്ഥാനത്തേക്ക് എൻ്റെ പെങ്ങളെ അവരങ്ങ് കൊണ്ടുപോയി. പിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും വിവാഹം ചെയ്ത് അയച്ചതും എല്ലാം തന്നെ അമ്മാവന്റെ വീട്ടുകാരായിരുന്നു. അപ്പൊ അവര് ഈ കഷ്ടപ്പാടൊന്നും തന്നെ അറിഞ്ഞില്ല. എന്നാൽ എന്നെ കൊടുത്തില്ല. അവര് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചതാണെങ്കിലും എന്നെ പിതാവ് വിട്ടുകൊടുത്തില്ല. അങ്ങനെ വളരെ കഷ്ടപ്പാടോടുകൂടെ ആണ് ഞാനിങ്ങനെ വളർന്നു വന്നത്. പീഡനങ്ങള് വളരെയധികം. ഞാൻ രാത്രിയൊക്കെ കടയടച്ച് എൻ്റെ പിതാവ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ രണ്ടാനമ്മ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി നിന്നിട്ട് കരച്ചിൽ തുടങ്ങും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ അന്ന് രാവിലെ മുതലുള്ള എല്ലാ ടെൻഷനും തീർക്കുന്നത് പിതാവ് എൻ്റെ മേലായിരിക്കും. ഒരു മുൻകോപിയായ പിതാവ് കയ്യിൽ കിട്ടുന്നത് എന്തോ അതുകൊണ്ടായിരിക്കും പിന്നെ പ്രയോഗം. രണ്ടാനമ്മ പിതാവ് കാണത്തക്ക രീതിയിൽ രണ്ടാനമ്മ നല്ല നീളമുള്ളതായ വിറകിന്റെ കമ്പ് തന്നെ ഇവിടെ എടുത്തു വെക്കും. അവിടെ പെട്ടെന്ന് കണ്ണ് കാണുന്നത് ഈ വിറകിന്റെ ആയിരിക്കും. ആ വിറക് എടുത്തുകൊണ്ടായിരിക്കും, വിറകിന്റെ കമ്പ് എടുത്തുകൊണ്ടായിരിക്കും പിന്നീട് പിതാവ് പ്രയോഗിക്കുക. ജീവിതത്തിൽ അത്രമാത്രം കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനെ മരിച്ചാൽ മതി, മരിച്ചാൽ മതി എന്നൊക്കെ ഉള്ളതായ പ്രാർത്ഥന പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നാല് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അലി നീ വളരെ കഷ്ടം സഹിക്കുന്നുണ്ട്, നിന്റെ രണ്ടാനമ്മയിലൂടെ വലിയ പീഡനങ്ങളൊക്കെ നീ സഹിക്കുന്നുണ്ട്, ഇതെല്ലാം സഹിക്കാനായിട്ട് ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്? ഒരല്പം മദ്യം കഴിച്ച് കിടന്നുറങ്ങിയാൽ നിന്റെ പിതാവ് നിന്നെ എത്ര മർദ്ദിച്ചാലും നീ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, നമ്മള് മുസ്ലിങ്ങളല്ലേ, മുസ്ലിങ്ങളായ നമുക്ക് മദ്യം ഹറാമാണല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ മദ്യം കഴിക്കുക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവനൊരു ബിരുദനായിരുന്നു, അവൻ എന്നോട് പറഞ്ഞു, അതൊന്നും പാപമല്ല. കാരണം മുഹമ്മദ് നബി വരെയും മദ്യം കഴിച്ചിട്ടുണ്ട്, മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോലും മദ്യം അദ്ദേഹത്തിന് തയ്യാറാക്കാനുള്ള പ്രത്യേകമായ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞ അറിവ് ആദ്യമായിട്ടായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. പിന്നീടാണ് മുഹമ്മദ് നബി ഒരിക്കലെ യുദ്ധം ചെയ്യാനായിട്ട് മദ്യപിച്ചു പോയി. അദ്ദേഹത്തിന്റെ 4 പല്ല് അറബികൾ അടിച്ചൊടിച്ചു. അതിനുശേഷമാണ് മദ്യം ഇസ്ലാമിൽ നിരോധിച്ചത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വാസ്തവത്തിൽ അതിശയപ്പെട്ടു പോയി. ഇത്രമാത്രം മദ്യത്തിനെതിരായി പ്രസംഗിക്കുന്ന മറ്റൊരു മതമില്ല. എന്നാൽ ആ മത നേതാവ് തനി മദ്യപാനിയായിരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ തെറ്റില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ പിതാവിൽ നിന്ന് മർദ്ദനമേൽക്കും, എന്നെ ഒരു രാത്രി ഉപദ്രവിക്കുമെന്ന് തീർച്ചയുള്ളതായ ദിവസങ്ങളിൽ ഞാൻ മദ്യം കഴിച്ച് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങി. പിതാവ് വരും, രണ്ടാനം എന്നെ കുറിച്ചുള്ളതായ ആവലാദികൾ നിരത്തിവെക്കും. കോപത്താൽ എൻ്റെ പിതാവ് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വലിച്ചിട്ട് എന്നെ അടിച്ചിട്ട് ഞാൻ അറിയില്ല. എനിക്ക് സുബോധമുണ്ടാവില്ല, കാരണം കുടിച്ച് ചെറുപ്രായല്ലേ, സുബോധമുണ്ടാവില്ല എനിക്ക്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴായിരിക്കും ഈ വിറകമ്പ് കൊണ്ടൊക്കെ അടിച്ച് എൻ്റെ ശരീരമെല്ലാം പൊട്ടി രക്തമെല്ലാം അവിടെ ഇവിടെയൊക്കെ കെട്ടി കട്ട പിടിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴ് ഈ മദ്യത്തിനും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് വാസ്തവത്തിൽ മനസ്സിലായി. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കടയിൽ നിന്ന് സ്വരൂപിച്ചു, ഭവനം വിട്ട് യാത്രയായി. ആദ്യമായി യാത്രയായത് മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരിനടുത്ത് ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. അവിടത്തേക്കുള്ള ഒരു ബസ്സാണ് ആദ്യമായിട്ട് കണ്ടത്. ആ കാണുന്ന ബസ്സിൽ കയറി
അവസാനം ചമ്രവട്ടം എന്നെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അനുഭവമായിരുന്നു. കാരണം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മുമ്പോട്ട് പോയാൽ അവിടെ പുഴയാണ്. ഇപ്പുറത്താണെങ്കിൽ ഒരു രക്ഷയിലും, ആരെയും കാണുന്നില്ല. ആകെ പേടിച്ചു. അവിടെ നിന്ന് ഓടി കുറെ ഇങ്ങോട്ടെത്തി. കുറെ ഇങ്ങോട്ട് എത്തിയപ്പോഴേ അവിടെ ഒരു ഹോട്ടല് കണ്ടു. ആ ഹോട്ടല് വളരെ വിശക്കുന്നുണ്ട്. ആ ഹോട്ടലിൽ കയറി ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവില്ല, മാതാവില്ല, ഞാൻ അനാഥയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം എന്ന് പറഞ്ഞു. എൻ്റെ ആ ചോദ്യം കേട്ട് അവരെന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് ഒരു ജോലി ചെയ്തോ, ഇവിടെ നിന്നോ. അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ അവിടെ എനിക്ക് കഴിയുന്ന ജോലിയെല്ലാം എടുത്ത് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആരോ പറഞ്ഞ് അറിയിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പിതാവിൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. അവ എന്നോട് നല്ല സ്നേഹമായിരുന്നു. അവര് പറഞ്ഞാലൊന്നും പിതാവ് കേൾക്കില്ല. രണ്ടാനമ്മ എന്തു പറയുന്നുവോ അത് മാത്രമേ പിതാവ് കേട്ടിരുന്നുള്ളൂ. കാരണം പല രാത്രികളിലും നേരം വെളുക്കാത്ത രാത്രിയായിരുന്നു വിശന്നിട്ട്. ആഹാരമുണ്ടാകും, പക്ഷേ രണ്ടാനമ്മ എനിക്ക് ആഹാരം തരില്ല. എങ്ങനെയാണ് നേരം വെളുപ്പിച്ചതെന്നറിയില്ല. പല രാത്രികളിലും വിശന്നിട്ട് അങ്ങനെ വീട്ടില് എന്നെ ഉമ്മയുടെ നിർബന്ധപ്രകാരം എന്നെ തിരഞ്ഞു പിടിച്ച് വീണ്ടും വീട്ടിലോട്ട് കൊണ്ടുവന്നു. കുറച്ച് ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴ് രണ്ടാനമ്മയുടെ വാക്ക് പ്രകാരം വീണ്ടും മർദ്ദിക്കുവാനായിട്ട് തുടങ്ങി. പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി. എന്നെ വീണ്ടും പൈസ സ്വരൂപിച്ച് യാത്രയായി. ഇന്ത്യയുടെ വിവിധ സ്ഥലത്താണ് ആ പ്രാവശ്യം സഞ്ചരിച്ചത്. അങ്ങനെ അവസാനം ഞാൻ ബോംബെയിലെത്തി. ബോംബെയിലെ ഒരു ചെറിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ലഭിച്ചു. ചെറിയൊരു ജോലിയാണ്, ഹെൽപ്പർ, ക്രെയിൻ ഓപ്പറേറ്ററിന്റെ ഹെൽപ്പറായിട്ട് എനിക്കൊരു ജോലി ലഭിച്ചു. ഏകദേശം 4 വർഷം അവിടെ ജോലി ചെയ്തു. ആകെ കിട്ടുന്നത് 10 രൂപയായിരുന്നു. 10 രൂപയിൽ 2 രൂപ എനിക്ക് ബസ്സിന് കൊടുക്കണം. കഴിച്ച് 8 രൂപ കൊണ്ട് ഞാൻ അവിടെ 4 വർഷം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ, ഒരു ജോഡി ഡ്രസ്സുണ്ട്, അത് അലക്കണം, അതിനകത്ത് ഗ്രീസ്, ഓയില്, അത് ഇതെല്ലാം ചെളിയെല്ലാം പറ്റിപ്പിടിച്ച് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് തോർത്തുണ്ടെടുത്ത് കിടക്കും. മറ്റ് ഡ്രസ്സെല്ലാം അലക്കിയിടും. അറിയാമല്ലോ, രാവിലെ ആകുമ്പോഴത്തേനും ഉണങ്ങുകയല്ല. പകുതി ഉണക്കം ഇട്ടിട്ട് വീണ്ടും ജോലിക്ക് പോകും. അങ്ങനെ 4 വർഷക്കാലം അതേ രീതിയിൽ മുമ്പോട്ട് പോയി. ആ സമയത്താണ് എൻ്റെ ഓപ്പറേറ്റർ കമ്പനിയുമായിട്ട് തെറ്റിപ്പിരിയാനിടയായി. അങ്ങനെ വേറെ 1-2 ഓപ്പറേറ്റർമാർ വന്നെങ്കിലും അവർക്കൊന്നും തന്നെ ഈ ക്രെയിന് നല്ല രീതിയിൽ ഓടിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയെ അവസാനം എന്നോട് കമ്പനി ചോദിച്ചു, നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആ സ്ഥാനത്ത് എന്നെ അവർ അവരോധിച്ചു. ഞാൻ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് അതേ കമ്പനിയിൽ ജോലി എനിക്ക് ലഭിച്ചു. അല്പം അത്യാവശ്യം ഓപ്പറേറ്റർ കിട്ടുന്ന സാലറി ഇല്ലായിരുന്നെങ്കിൽ കൂടി അത്യാവശ്യം നല്ല സാലറി ആ സമയത്ത് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അധികം താമസിയാതെ അറിയപ്പെടുന്നതായ ഒരു കമ്പനിയിൽ, അവിടെ തന്നെ അടുത്ത് അതേ സൈറ്റിൽ തന്നെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവില് ഞാൻ പാസ്സായി. അങ്ങനെ അല്പം മെച്ചപ്പെട്ട നല്ലൊരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കാനിടയായി. ജോലി ശമ്പളത്തിന്റെ പുറമെ നല്ല പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. അങ്ങനെ കൂട്ടുകാർ കൂടി. അപ്പൊ എന്നെങ്ങനെ കളിയാക്കാൻ തുടങ്ങും അവര്. നിനക്ക് ആരാ ഉള്ളത്? എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചില്ലേ നിന്നെ? ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു, വാപ്പയും രണ്ടാനമ്മയും നിന്നെ ഉപേക്ഷിച്ചു,
നിനക്ക് പിന്നെ ആരാ ഉള്ളത്? നീ ഒരു അനാഥയല്ലേ? എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് എന്നെ കളിയാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും മദ്യത്തിലേക്ക് ഒഴുകി പോകാനായിട്ടിടയായി. കൂടുതൽ മദ്യം കഴിച്ചു. കാരണം നല്ല പൈസയുണ്ട്, നല്ല സാലറി ഉണ്ട്, അതിന്റെ പുറമെ പോക്കറ്റ് മണി നല്ലവണ്ണം കിട്ടും. അങ്ങനെ കൂടുതലായിട്ട് മദ്യത്തിന് കീഴടങ്ങാൻ ഇടയായി. ഒരു രാത്രി നല്ലവണ്ണം മദ്യപിച്ചു. രാവിലെ എനിക്ക് 8 മണിക്ക് ജോലിക്ക് പോകണമായിരുന്നു. രാവിലെ 8 മണിക്ക് ഞാൻ എഴുന്നേറ്റില്ല. എഴുന്നേറ്റത് 11 മണിക്കാണ്. പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 11 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കമ്പനിയിലെത്തി. ഗേറ്റ് കടന്നപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, മാനേജറെ കണ്ടിട്ടേ ജോലിയിൽ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാനേജറെ ക്യാബിലെത്തി. മാനേജർ ഒരു ക്രിസ്ത്യനായിരുന്നു, ഒരു കരിസ്മാറ്റിക് മാൻ ആയിരുന്നു അദ്ദേഹം, കാത്തലിക്സ്. അദ്ദേഹം എന്നെ നോക്കി. എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഇന്നലെ രാത്രി നല്ലവണ്ണം മദ്യപിച്ചു അല്ലേ എന്ന് ചോദിച്ചു എന്നോട്. എന്തിനാ അങ്ങനെ നശിക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം. ഞാൻ മൗനമായിരുന്നു. അദ്ദേഹം മേശവലിപ്പ് തുറന്ന് ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, എന്താണ് സാർ ഇത്? തുറന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കമ്പനി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, കൃത്യനിഷ്ഠത പാലിക്കുന്നില്ല, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നില്ല, മദ്യപിച്ച് കിടക്കുകയാണ് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഞാൻ വിചാരിച്ചു 1-2 ദിവസം, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, നിന്റെ ജീവിതത്തില് ഒരു മാറ്റം വരാതെ നിന്നെ കമ്പനി ഇനി തിരിച്ചെടുക്കുകയില്ലെന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ ഒരു പ്രവചന രൂപയാണ് അദ്ദേഹം എന്നോടത് പറഞ്ഞത്. പക്ഷെ എനിക്കൊന്ന് വാസ്തവത്തില് അതറിയത്തില്ലായിരുന്നു. ഞാൻ പുറത്തു വന്നു. ഞാൻ വിചാരിച്ചു ഒരാഴ്ച, 2-3 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, അതിൽ കൂടുതൽ ദിവസമൊന്നും പുറത്ത് നിർത്തുകയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാല് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. കയ്യിലുള്ള പൈസയെല്ലാം തീർന്നു. കിട്ടുന്നിടത്തു നിന്നെല്ലാം തന്നെ കടം വാങ്ങിച്ചു. മാസങ്ങൾ മുമ്പോട്ട് പോയി. പല കമ്പനിയിലും ജോലി അന്വേഷിച്ചപ്പോൾ, നീ എവിടെയാ ജോലി ചെയ്തത്? ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്തത്. എക്സ്പീരിയൻസ് ഉണ്ടോ? പേപ്പറൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് വിളിക്കൂ. അലി അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അവൻ ജോലി കൃത്യമായിട്ട് ചെയ്യല, മദ്യപിച്ച് കിടക്കുകയാണ്, ക്രിസ്ത്യനിഷ്ഠ ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയും. അവിടെ ചെല്ലും പറയും, ഇപ്പൊ ഇവിടെ വേക്കൻസി ഇല്ല, ഉണ്ടാവുമ്പോൾ അറിയിക്കുക എന്ന് പറയും. വേറെ ജോലി അറിയില്ല. അങ്ങനെ മടുത്തു. ദിവസങ്ങളായി, മാസങ്ങളായി. ബോംബെയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലായി നാട്ടിലെത്തി. ഏക വഴി എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുക എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയത്തിൽ പോയി. ബോംബെയിലായിരുന്ന സമയത്ത് കുറച്ച് ചട്ടമ്പിത്തരവും ഇതൊക്കെ പഠിച്ചായിരുന്നു. രാഷ്ട്രീയത്തിൽ കയറി അടിയും പിടിയും ഇല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. വളരെ ദിവസം കൊണ്ട് മുമ്പോട്ട് പോയി. ഈ സമയത്താണ് ഏകദേശം 34ഓളം കേസ് എൻ്റെ പേരിലുണ്ട്, അടിപിടി ഉണ്ടായിട്ട്. എൻ്റെ ഉമ്മയുടെ ഉമ്മ ഞാൻ നന്നാകണം എന്ന് വിചാരിച്ച് പല മുസ്ലിം പുണ്യസ്ഥലങ്ങളിലും, കേരളത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം പുണ്യസ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ കൊണ്ടുപോവുകയും നേർച്ച കാഴ്ചകൾ, ദാനങ്ങളും ധർമ്മങ്ങളും ഒക്കെയും അവര് ചെയ്യുവാനൊക്കെ ആയിട്ടിടയായി തീർന്നിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ യാതൊരു വിധമായ മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല.
നന്നാകണമെന്ന ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നന്നാകുന്ന ഒരു സാഹചര്യം കണ്ടില്ല. അവസാനം എൻ്റെ ഉമ്മ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകണം. അപ്പോൾ രണ്ട് അമ്മാവന്മാര് ഗൾഫിലുണ്ട്, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയാൽ ഹജ്ജ് ചെയ്താൽ നീ നന്നാവും, അതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഒരു അമ്മാവൻ വിസ എല്ലാം തയ്യാറാക്കി പോകാനായിട്ട് ഞാൻ ഒരുങ്ങി. വിസ വന്നു. പാസ്പോർട്ടിൽ വിസ അടിക്കാനായിട്ട് പോയപ്പോഴാണ് അറിയുന്നത് പേരിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അതിൽ പോകാനായിട്ട് പറ്റുകയില്ല. വിസ വീണ്ടും പോയിട്ട് തിരുത്തിയിട്ട് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ എനിക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. എല്ലാവരും കൈവിട്ടൊരവസ്ഥ, മുമ്പും പിമ്പും പോകാൻ പറ്റാത്തൊരവസ്ഥ. ബൈബിളിൽ വാക്യമുണ്ട്, മുമ്പും പിമ്പും എന്നെ അടച്ചു എന്ന്. പോകാനായിട്ട് പറ്റാതെ വളരെ ബുദ്ധിമുട്ടി. എവിടെയും രക്ഷയില്ല എന്നുള്ളൊരു ചിന്ത. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ജീവിതം അവസാനിപ്പിക്കുക, ആത്മഹത്യ ചെയ്യുക, വേറെ വഴിയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് എന്ന് വാസ്തവത്തിൽ അറിയില്ല. ട്രെയിന് മുമ്പിൽ ചാടണോ, മദ്യത്തിൽ വിഷം ചേർത്ത് മരിക്കണോ, കെട്ടിത്തൂങ്ങി മരിക്കണോ, എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇരുന്നിട്ട്. ഈ സമയത്താണ് ഒരു ദൈവദാസൻ, ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നതായ ഒരു വ്യക്തി. അദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിന്റെ പോകുന്ന ഇടത്തൊക്കെ ഒരു ബാഗ് ഉണ്ടാവും. ആ ബാഗില് ഒരു 2-3 പുതിയ നിയമവും മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. തമ്പിയുടെ ഹൃദയമല്ല, തമ്പിയുടെ ഹൃദയം പോലെ തന്നെ ഒരു പുസ്തകം, കുറച്ച് സാധാരണ പുസ്തകത്തിന്റെ വലിപ്പമുള്ള ചെറിയ പുസ്തകമല്ല. അദ്ദേഹം പോകുന്ന ഇടത്തൊക്കെ ഇത് താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അലി, ഞാൻ നിന്നെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്താണ് പറ്റിയത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. വീട്ടിൽ എന്തൊക്കെയോ നോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അലി, ഇതൊന്ന് വായിച്ചു നോക്ക്, നിനക്ക് ജീവിതത്തില് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും എന്ന് പറഞ്ഞു. ഒരു പുതിയ നിയമവും ഒരു മനുഷ്യന്റെ ഹൃദയം എനിക്ക് അദ്ദേഹം തന്നു. ഇത് തന്നു കഴിഞ്ഞപ്പോഴ്, ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമാണല്ലോ. അന്ന് മുതൽ തന്നെ എനിക്ക് ക്രിസ്ത്യാനികളോട് വലിയ ദേഷ്യമാണ്. കാരണം ക്രിസ്ത്യാനികൾ ചെറുപ്പം മുതൽ തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്ത്യാനികളുടെ ബൈബിൾ തിരുത്തിയതാണ്. തിരുത്തപ്പെട്ട ബൈബിളുമായിട്ടാണ് അവർ നടക്കുന്നത്. യേശു ഒരു പ്രവാചകൻ മാത്രമാണ്, അദ്ദേഹത്തെ ക്രിസ്ത്യാനികളെ ദൈവമാക്കി മാറ്റി. യേശു കർത്താവ് മരിച്ചിട്ടില്ല, മരിക്കാതെയാണ് സ്വർഗത്തിലേക്ക് പോയത്. യേശുവിനെ മരിച്ചു എന്നവര്, മനുഷ്യന്റെ പാപം ഏറ്റെടുത്താണ് യേശു മരിച്ചത് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അത് തെറ്റായ പ്രബോധനമാണ്. ഇതൊക്കെ ക്രിസ്ത്യാനികൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് വാസ്തവത്തിൽ ക്രിസ്ത്യാനികളോട് അന്ന് മുതൽ തന്നെ ഭയങ്കര വെറുപ്പായിരുന്നു. ഈ പുസ്തകം ക്രിസ്ത്യാനികളുടേതാണ്, പുതിയ നിയമം എന്ന് മനസ്സിലാക്കിയ ഞാൻ അദ്ദേഹം കാണെ തന്നെ ദേഷ്യത്തിൽ ആ പുസ്തകം എടുത്ത് വലിച്ചെറിഞ്ഞു. അദ്ദേഹം പേടിച്ചു. വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ. അദ്ദേഹം, ഞാൻ പിന്നെ വരാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം പോയി. അടുത്ത ദിവസം രാവിലെ, ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്.
കുറച്ചു നേരം അങ്ങനെ ഇരിക്കും, രാവിലെ എഴുന്നേറ്റ് എന്നിട്ടേ പള്ളിയൊക്കെ തേച്ച് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. ചെന്നിരുന്നപ്പോ കഴിഞ്ഞ ദിവസം വലിച്ചെറിഞ്ഞത് പുസ്തകം അതുപോലെ തന്നെ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. ആ പുസ്തകം പോയി എടുത്തു നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയത്തിനകത്ത് കുറെ മൃഗങ്ങൾ. ഒരു വ്യക്തി ഊരിപ്പിടിച്ച വാളുമായിട്ട് പുറത്തു നിൽക്കുകയാണ്. ഒരു പ്രാവ് അകത്തേക്ക് കയറാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ മൃഗങ്ങൾ ഉള്ളത് കൊണ്ട് തട്ടി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടും സാധിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനത് തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവങ്ങള് ആണ് ആ ഓരോ മൃഗത്തിനും കൊടുത്തിരിക്കുന്നത്. കോപം, മദ്യപാനം, അതുപോലെ മറ്റ് പല സ്വഭാവങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞതിനാൽ അവിടെ ദൈവ സാന്നിധ്യമില്ല, ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അവന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. അപ്പൊ ആരോ എന്നോട് ചോദിക്കുകയാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പാപം നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടില്ലേ? ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും പോവുക? നീ ആത്മഹത്യ ചെയ്യാനിരിക്കുകയല്ലേ? ഈ ഒരൊറ്റ ചോദ്യം വാസ്തവത്തിൽ ഞാൻ അങ്ങ് ആകെ പേടിച്ചുപോയി. ഈ പുസ്തകത്തിൽ കണ്ട ചിത്രങ്ങളും പാപങ്ങളും, മദ്യപാനം, വെറിക്കൂത്ത്, അനുസരണക്കേട്, കോപം, വൈരാഗ്യം, അങ്ങനെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന പാപം. ഇങ്ങനെയുള്ളൊരു പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നും കൂടെ അതിനകത്ത് രേഖപ്പെടുത്തിയത് കണ്ടു. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നരകമല്ലേ ഉണ്ടാവുന്നത്? ഈ ലോകത്തിനേക്കാൾ വലിയ കഷ്ടമല്ലേ എനിക്ക് ലഭിക്കുന്നത്? ആകെ ഞാൻ പേടിച്ചു. ഈ ചെറിയ പുസ്തകം വായിച്ചു തീർന്നു. പുതിയ നിയമം വായിക്കാനായിട്ട് ആരംഭിച്ചു. മത്തായിയുടെ സുവിശേഷം ആരംഭം മുതൽ വായിക്കാൻ തുടങ്ങി. കുറച്ചിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഈ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസം തരുന്നതായിട്ട് എനിക്ക് തോന്നുക. നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ കാരണം ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ ആശ്വാസമില്ലായിരുന്നു. സമാധാനം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം സമാധാനം എന്താണെന്നോ ആശ്വാസം എന്താണെന്നോ ഒന്നും തന്നെ കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ എന്നോട് വീണ്ടും ഇങ്ങനെ പറയാം, എൻ്റെ ഹൃദയത്തിനകത്ത് നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, എന്നിൽ നിന്ന് പഠിക്കുക എന്നിങ്ങനെയുള്ള വാക്കുകള് ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ചിന്തിച്ച് വായിക്കാൻ തുടങ്ങി. തുടർന്നു യോഹന്നാന്റെ സുവിശേഷം എത്തിയപ്പോഴ് കർത്താവ് എന്നോട് പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുകയാണ്, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ഞങ്ങൾ സാധാരണ ഏതൊരു മുസ്ലിമും പ്രാർത്ഥന കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാല് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രവാചകന് വേണ്ടിയാ പ്രാർത്ഥിക്കുക. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു. ശാന്തിയും സമാധാനം പ്രവാചകന് ലഭിക്കട്ടെ. അപ്പൊ പ്രവാചകന് പോലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ സമാധാനം ഉണ്ടാകുന്നത്? ആ ഒരു ചിന്ത വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ. ഏതൊരു മുസ്ലിമും, കോടാനകോടി മുസ്ലിമും നിസ്കാരം കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ അവന് പുറത്തിറങ്ങുകയല്ല. 5 പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ പ്രാർത്ഥന ചെല്ലുന്നത്. അപ്പൊ ഞാൻ പ്രവാചകന് വേണ്ടി പ്രാർത്ഥന ചെല്ലുന്നു. മരിച്ചു കിടക്കുന്ന എനിക്ക് വേണ്ടി പ്രവാചകൻ മരിച്ചു കിടക്കുക, എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും?
ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഞാൻ വീണ്ടും ഇങ്ങനെ ചിന്തിക്കുക, കർത്താവ് എന്നോട് പറയുന്നതായിട്ട് തോന്നുക എനിക്ക്, എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോവുകയാണ്, അത് നീ ഏറ്റെടുക്കുക എന്നിങ്ങനെ എന്നോട് തന്നെ പറയുന്നതായിട്ട് തോന്നുക. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല എന്നുള്ള ആ ഒരു ചിന്ത എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരു പ്രാവശ്യം ബൈബിള് പുതിയ നിയമം വായിച്ചു തീർന്നു. ഒരു പ്രാവശ്യം വായിച്ചു തീർന്നപ്പോ ഖുർആനിൽ ചെറുപ്പം മുതൽ വായിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വാസ്തവത്തിന് അത് എഴുതിയിരിക്കുന്നത്. യേശു ദൈവമാണ്, യേശു ദൈവപുത്രനാണ്, യേശു കർത്താവാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പാപത്തിന് മോചനം നൽകിയത്, രോഗികളെ സൗഖ്യമാക്കിയത്, അള്ളാഹു പോലും ചെയ്യാത്ത കാര്യങ്ങൾ, ഒരു വ്യക്തിക്ക് പോലും അള്ളാഹു ശാന്തിയോ സമാധാനമോ രോഗത്തിന് വിടുതലോ പാപമോചനമോ കൊടുത്തതായിട്ട് ഖുർആനിൽ 23 കൊല്ലക്കാലത്തെ അനുഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തു മനുഷ്യന് വേണ്ടി. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും വേണ്ടി പരിഹാരം നൽകിയപ്പോൾ ഖുർആനിലെ അള്ളാഹു ഒരു വ്യക്തിക്ക് പോലും സമാധാനം നൽകിയതായിട്ട്, പാപമോചനം നൽകിയതായിട്ട്, രോഗത്തിന് സൗഖ്യം നൽകിയതായി, ഒരു വിടുതൽ നൽകിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ സത്യമാണോ? ഞാൻ ഖുർആനിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ചില ചെറിയ അത്ഭുതങ്ങളൊക്കെ യേശു ചെയ്തിട്ടുണ്ട് എന്ന് ഈസാ നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അത്ഭുതങ്ങളൊന്നും ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇതൊക്കെ വാസ്തവത്തിൽ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വിടുതൽ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഇന്ന് വരെ സമാധാനം എന്താണെന്നോ സന്തോഷം എന്താണെന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനൊരു പാപിയാണെന്ന് ഈ പുസ്തകം പറയുന്നു. അങ്ങ് അനേകർക്ക് പാപമോചനം കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ജീവിതത്തിൽ ഒരു മാറ്റം തരണം. ഇത് സത്യമാണെങ്കിൽ എങ്കിലും ഞാൻ അങ്ങിൽ വിശ്വസിക്കാൻ തയ്യാറാണെന്ന്. അന്ന് വൈകിട്ട് നേരെ മദ്യഷാപ്പിൽ പോയി മദ്യം വാങ്ങിച്ച് ടേബിളിൽ വെച്ചു. എന്തോ ഒരു അസ്വസ്ഥത. കുടിക്കാനായിട്ട് ഗ്ലാസ് എടുക്കും, അപ്പോഴേക്കും എന്തോ ചിന്ത വരും, വീണ്ടും അവിടെ വെക്കും. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഈ ഗ്ലാസ് എടുത്ത് പൊക്കി കുടിക്കാൻ പറ്റാതെ അവിടെ തന്നെ ആ ഗ്ലാസ് വെച്ചു. ലാസ്റ്റ് കുടിക്കാൻ കഴിയാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. കുടിക്കാൻ പറ്റാതെ തിരിച്ചു വന്നു. ഞാൻ അതവിടെ വെച്ചിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ തിരിഞ്ഞു. പുറത്തിറങ്ങിയപ്പോ അന്ന് ക്യാപ്സ് എന്ന് പറഞ്ഞ നീളമുള്ള ഒരു സിഗരറ്റ് ഉണ്ട്, അതായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. ചെയിൻ സ്മോക്കിംഗ്. സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു, കത്തിക്കാനായിട്ട് ശ്രമിച്ചു. തീപ്പെട്ടി കത്തുന്നില്ല. പല പ്രാവശ്യം തീപ്പെട്ടി ഇങ്ങനെ കത്തിച്ചു, ഇങ്ങനെ ഒഴിവാക്കി. ഞാൻ അറിയാതെ തന്നെ ഈ സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു, സിഗരറ്റും പാക്കറ്റും തീപ്പെട്ടിയും കൂടെ ചുരുട്ടി മടക്കി 2 ഭാഗത്തേക്ക് അങ്ങ് എറിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഞാനെങ്ങനെ ചെയ്തല്ലോ, പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരുന്നല്ലോ. എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥത പോലെ ഇങ്ങനെ തോന്നി. അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എന്തൊക്കെയോ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കുടിക്കുന്നില്ല, എന്നാൽ പല പ്രാവശ്യം കുടിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു, വീടി വലിക്കേണ്ട സമയം കഴിഞ്ഞു, സിഗരറ്റ് വലിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതുവരെ മദ്യപിച്ചിട്ടുമില്ല, പിന്നീട് സിഗരറ്റ് വലിച്ചിട്ടുമില്ല. ഏകദേശം ഒരു 10-11 മണിയായപ്പോ സാധാരണ കടപ്പുറത്ത് അങ്ങനെ പോയി ഇരിക്കാറുണ്ട് ചില സമയത്ത്. അങ്ങനെ നേരെ കോഴിക്കോട് പോകുന്നു. കോഴിക്കോട് പോയി കടപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ബോർഡ്, അവിടെ ഒരു ചർച്ചില് ഒരു ബോർഡ് കണ്ടു, ഒരു സുവിശേഷ യോഗം, പ്രസംഗം
ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞ ആളാണ്. ഡോക്ടർ മുരളീധരൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാടാ ഇയാളെ, ഒരു ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ ഇദ്ദേഹത്തിന് എന്താണ് കാര്യം എന്നിങ്ങനെ ഒരു ചിന്ത വന്നു. ഏതായാലും വൈകുന്നേരം 6 മണിയാകണം. കടപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഒരു 6 മണിയായപ്പോഴേക്കിന് നേരെ ഇവിടെ വന്നു. കസേരയില് ഇരിപ്പുറപ്പിച്ചു. പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസംഗിക്കാനായിട്ട് ഡോക്ടർ മുരളീധരൻ എഴുന്നേറ്റു. അദ്ദേഹം പാപത്തെക്കുറിച്ച് എന്നോടാണോ ഈ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം എന്നുള്ള ഒരു ചിന്ത ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. എന്നെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്, എൻ്റെ പാവം വിട്ടോടാനാണല്ലോ പറയുന്നത് എന്നിങ്ങനെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. പ്രസംഗമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആള് മുമ്പോട്ട് വിളിച്ചു. എല്ലാവരും പോയി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് അലി എന്നാണ്, എൻ്റെ വീട് മലപ്പുറത്താണ്, ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ലഭിക്കാനാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് വന്നത്. അങ്ങനെയാണ് അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടായി കടന്നു വന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വേണ്ടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ 3 ദിവസത്തെ ഒരു കൺവെൻഷൻ ഉണ്ട്, ബ്രദറെ വരാൻ പറ്റുമെങ്കിൽ കൂടുതൽ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളതായ അവസരം ഉണ്ടാകും, പകലും മീറ്റിംഗ് ഉണ്ട്, രാത്രിയൊക്കെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കിനെ പാസ്റ്റർ വന്നു എന്നോട് പറഞ്ഞു, ഞാൻ താമസിക്കാനുള്ള സ്ഥലം തരാം, ബ്രദറിന് ഭക്ഷണം ഇവിടെ കിട്ടും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉള്ളതായ അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 ദിവസത്തെ ബൈബിൾ പഠനം ക്ലാസ് ഞാൻ യഥാർത്ഥമായ ഒരു പാപിയാണെന്നും എൻ്റെ പാപത്തിന്റെ പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിച്ചത്, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നുള്ളതായ ആ പാപബോധ്യം ആ 3 ദിവസത്തെ ക്ലാസും പഠനവും പ്രത്യേകമായ ഉപദേശങ്ങളിലൂടെ എനിക്ക് ലഭിക്കാൻ ഇടയായി. കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ വലുവനായ ദൈവം എന്നെ സഹായിച്ചു. അതോടുകൂടി എന്നിൽ നിന്ന് എന്തോ ഒന്ന് പൂർണ്ണമായി മാറി എന്നുള്ള ആ ബോധ്യം എനിക്ക് ലഭിച്ചു. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ലഭിച്ചിരുന്നതായ ആ ഒരു പ്രത്യേക അനുഭവം അന്ന് വരെയും ലഭിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു അനുഭവം വാസ്തവത്തില് എനിക്ക് ലഭിക്കാനിടയായി. അവിടെ ഒരു സ്വർഗ വിഭൂതി പോലെയുള്ള ഒരു അനുഭവമായിരുന്നു അത്. ആ പാപം ഇരുന്ന സ്ഥലത്ത് പാപം കഴുകി വൃത്തിയാക്കി അടിച്ചു വാരി ശുദ്ധീകരിച്ച് ഒരു ദൈവാലയമായി മാറിയപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റാത്ത ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഞാൻ വീട്ടിലെത്തി. 3 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. ആരുമായിട്ട് വഴക്കുണ്ടാക്കുന്നില്ല, തെറി പറയുന്നില്ല. എന്തോ അലിക്ക് പറ്റിയിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അലിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നലുണ്ടായി. അപ്പൊ ഞായറാഴ്ച ദിവസമൊക്കെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് 3-4 ബസ് കയറിയിട്ട്, ഒരു ബസ്സുണ്ട് വീടിൻ്റെ അടുത്ത് കോഴിക്കോട്ടേക്ക്, എന്നാൽ 3-4 ബസ് കയറിയാ പോവുക. കാരണം എൻ്റെ വീടിനടുത്ത് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് KK അലിവി അച്ഛൻ എന്ന് പറയും. അതേ ഒരു പുരോഹിതനാണ്. ഇസ്ലാമിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഞങ്ങൾ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25-30 മീറ്റർ ദൂരേ ഉള്ളൂ ഞാനും അദ്ദേഹത്തിന്റെ വീടും തമ്മിൽ. അപ്പൊ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരില് അദ്ദേഹത്തിന്റെ ഒരു കാല് അടിച്ചോടിച്ചായിരുന്നു. അതിന് പുറമെ കാന്താരി മുളക് അരച്ച് അദ്ദേഹത്തിന്റെ കണ്ണിലും മൂക്കിലും ശരീരത്തിലെല്ലാം തന്നെ തേച്ചത് ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നു.
ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഞാൻ ക്രിസ്ത്യാനിയായി എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ചതായ പീഡനങ്ങളും വേദനകളും ഒക്കെ എനിക്കും അനുഭവിക്കാൻ ഇടയാകില്ലേ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എന്നെ ആരും കാണരുത്. അപ്പൊ നേരെ ഞാന് ബസ് കയറി കുണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും. കുണ്ടോട്ടിയിൽ നിന്ന് രാമനാട്ടുകര ചെന്ന് ഇറങ്ങും. അവിടുന്ന് ഫറോക്കിൽ ഇറങ്ങും. ഫറോക്കിൽ നിന്ന് കോഴിക്കോട് ഇറങ്ങും. കോഴിക്കോട് നേരെ ഒരു ചർച്ചിൽ പോകില്ല. ഒരു ദിവസം ഒരു ചർച്ചിൽ പോയി അടുത്ത ദിവസം വേറൊരു ചർച്ചിലാണ് പോകുക. കാരണം എന്നെ ആരും കാണാൻ പാടില്ല. ഈ അലിവച്ചന് അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. ഞങ്ങളെ വീട്ടിലൊക്കെ പുരോഹിതനായിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവാണ്. അപ്പൊ ഇതുപോലൊരു പീഡനം, കാരണം പ്രത്യേകിച്ച് ഇസ്ലാം പറയുന്നുണ്ട്, ഇസ്ലാമിനെയും ഇസ്ലാം സമൂഹത്തെയും വിട്ടുപോകുന്നവനെ കൊല്ലണം. കൊല്ലുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇസ്ലാം. വേറൊരു വിട്ടുപോകാനായിട്ട് പാടില്ല. അപ്പോ ആ പീഡനം ഉണ്ടാകും എന്നുള്ള ഉറപ്പായത് കൊണ്ടാണ്, പേടിച്ചാണ് ഒരാഴ്ച ഒരു പള്ളിയിൽ പോകുമ്പോൾ അടുത്ത ആഴ്ച വേറൊരു പള്ളിയിൽ പോകുന്നത്, ആരും കാണാതിരിക്കാൻ. പക്ഷെ അധികം താമസിയാതെ കാട്ടുതീ പോലെ പടർന്നു. അലവിയുടെ മാർഗം അലിയും സ്വീകരിച്ചിരിക്കുന്നു, അലി ഒരു ക്രിസ്ത്യാനിയായിട്ടുണ്ട് എന്ന്. എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ വീട്ടിലെത്തി. എന്നോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായെന്നാണ് നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് പറയുന്നത്, നീ എന്തു പറയുന്നു എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനക്കൊക്കെ പോകാറുണ്ട്, ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല, പുകവലിയില്ല, ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, ജീവിതത്തിൽ സമാധാനമുണ്ട്. നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞു എന്നോട്. ആരും പോയി അടുത്ത ദിവസം തന്നെ പുരോഹിതൻ വന്നു. പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണെന്നാണ് എല്ലാവരും പറയുന്നത്, എന്ത് പറയുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തീയ പള്ളിയിൽ പോകാറുണ്ട്, ഇപ്പൊ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, സ്വസ്ഥമായിരിക്കുന്നു. മദ്യപാനം ഒഴിവാക്കാൻ പല സ്ഥലത്തും എന്നെ എൻ്റെ ഉമ്മയുടെ ഉമ്മയും അമ്മാമാരെല്ലാം കൊണ്ടുപോയി. പല പ്രാവശ്യമായിട്ട് പാലക്കാട് തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി മന്ത്രിച്ചൂതി. അങ്ങനെ പല അറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ജീവിതത്തിലെ മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി അവർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വിടുതലുണ്ടായി എന്നുള്ളത് ശരിയാണെന്ന് പറയുന്ന ഒരൊറ്റ അടിയായിരുന്നു അദ്ദേഹം. അടുത്തതോടുകൂടി വാസ്തവത്തിൽ എനിക്ക് ദേഷ്യം വന്നു. തിരിച്ചടിക്കുക എന്നുള്ളത് എൻ്റെ അന്നത്തെ കാലത്ത് ആ ഒരു കോപം, പിതാവിൽ ഉണ്ടായിരുന്ന കോപം എനിക്കുണ്ടായിരുന്നു. അടിക്കാനായിട്ട് കയ്യങ്ങ് ഉയർത്തിയപ്പോ ബൈബിളിൽ നിന്ന് വായിച്ചൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തു ക്രൂസിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് കടന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിയെത്തി. അടിക്കാനായിട്ട് ഉയർത്തിയ കൈ അപ്പൊ അങ്ങനെ താഴെ ഇട്ടു. ആ പുരോഹിതൻ എന്നെ അവിടുന്ന് വളരെയധികം തെറി പറയുകയും ശപിക്കുകയും ചെയ്ത് അദ്ദേഹം കടന്നുപോയി. ആ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ എന്നെ കുറിച്ചായിരുന്നു പ്രസംഗം. ഇവിടെ പ്രധാന പ്രസംഗം പോലെ തന്നെ ഒരു ചെറിയ ഒരു കോണി പോലെ ഒരു ഇതുണ്ട്, ഒരു പ്രത്യേക ഉയർത്തിലിരിക്കും. അത് കുത്തുബ എന്ന് പറയാം. ആ കുത്തുബയിലെ പ്രസംഗം, ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, ഞാൻ കാഫിറായി, എന്നെ കൊല്ലണം, മുളയിൽ തന്നെ നുള്ളണം. കുറച്ച് കഴിയുമ്പോൾ KK അലവി മുഹമ്മദിനെയും ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും കുറ്റം പറയുന്നത് പോലെ അദ്ദേഹം കുറ്റം പറയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് മുളയിൽ തന്നെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം എന്ന് 10 പേരാക്കി. ഇതെന്റെ കൂട്ടുകാരിലൂടെ ഞാൻ അറിഞ്ഞു. അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു. വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോ ഇതൊക്കെ മറന്നു കാണും. പോയി താമസിച്ചത് കീഴിലെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, പിനിയൽ ബൈബിൾ സെമിനാരി.
അവിടെയാണ് താമസിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത്. പാസ്റ്റർ അവിടെയാണ് കുറച്ചു കാലം ബൈബിളൊക്കെ പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടി. അത് കഴിഞ്ഞപ്പോഴേ ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഇതൊക്കെ മറന്നു കാണുമായിരിക്കും, തിരിച്ച് വീട്ടിലോട്ട് ഒന്ന് ചെല്ലാം എന്ന് വിചാരിച്ച് ചെന്നാണ്. ആ സമയത്താണ് എൻ്റെ 2 അമ്മാവന്മാരും അവരുടെ ഭാര്യമാരും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയായെന്ന് അറിഞ്ഞു, വീണ്ടും പൊന്നാനി പോണെന്ന് പറഞ്ഞു. പൊന്നാനി എന്ന് പറഞ്ഞ ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഒരു സ്ഥലം. ഇന്നിപ്പോ പലയിടങ്ങളിലും ഉണ്ട്, ഓരോ വിഭാഗത്തിനുണ്ട്. അങ്ങനെ പൊന്നാനി പോയി. പൊന്നാനി എന്ന് പറഞ്ഞ സുന്നികളുടെ പ്രത്യേക സ്ഥലമാണ്. അപ്പൊ ഞങ്ങളൊക്കെ സുന്നി മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് പൊന്നാനി പോയിട്ട് വീണ്ടും കലിമ ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ്? നീ കാഫിറായിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെയധികം സമയം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ഒരു കാലത്ത് ഇനി ജീവിച്ചപ്പോഴേ, റോട്ടിലോ അവിടെ ഇവിടെയൊക്കെ കിടന്നപ്പോൾ നീ എന്തിനാണ് മദ്യപിക്കുന്നത്, നിന്റെ പ്രശ്നം എന്താണ് എന്നൊന്നും എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരും വന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ മദ്യപിക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സ്വസ്ഥമായി സമാധാനമായിട്ട് ഞാനിപ്പോ ജീവിച്ചു മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് ഞാൻ വരണമെന്ന് ചോദിച്ചു. അതോടുകൂടി ഒരൊറ്റ ചവിട്ടായിരുന്നു എന്നെ. അപ്പൊ ശ്രദ്ധിച്ചില്ലായിരുന്നു. വേറൊരു അമ്മാവനോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങേ പുറത്തുള്ള വേറൊരു അമ്മാവനാണ് എന്ത് ചെയ്ത് ഒരൊറ്റ ചവിട്ട്. ആ ചവിട്ടിൽ തന്നെ വാസ്തവത്തിൽ അറിയാതെ ഞാൻ താഴെ വീണു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല വാസ്തവം. കുറെ അവിടെ തന്നെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ശ്വാസം ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അവരെന്നെ പറഞ്ഞു, നിന്റെ തല കണ്ടപ്പോ തന്നെ എൻ്റെ ഉമ്മ പോയി, അതാണ് ഇതാണെന്ന് പറഞ്ഞ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് കുറെ ശപിച്ച് അവരങ്ങ് പോയി. ഞാനത് അവിടെ തന്നെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇങ്ങനെ മൂത്രം ഒഴിക്കണമെന്ന്. മൂത്രം ഒഴിക്കാൻ ഇന്നിരുന്നു, മൂത്രം വരുന്നില്ല. മൂത്രത്തിന് പകരം ഒരല്പം അല്പമായിട്ട് ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. ബ്ലഡ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ അതിൽ കൂടുതലായിട്ട് വന്നപ്പോ ഞാൻ ടവൽ എടുത്തിട്ട് മുറിക്കാൻ കെട്ടി. എൻ്റെ കൂട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. അവരെന്നെ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം അവിടെ കിടന്നു. പക്ഷേ ഈ ബ്ലഡ് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു, ഇംഗ്ലണ്ടിലെല്ലാം പഠിച്ച് പ്രഗത്ഭനായ വ്യക്തി. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ എഴുതിത്തരാം. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അറിഞ്ഞ് സഭയുള്ള ആൾക്കാരൊക്കെ വന്നു പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഡോക്ടർ വിധി എഴുതി, ഇനി ഞാൻ ജീവിക്കുകയില്ല, അവൻ്റെ ആയുസ് തീർന്നിരിക്കുന്നു, ഡിസ്ചാർജ് ചെയ്യാം, നമുക്ക് ഇവിടെ കിടന്നുകൊണ്ട് എന്താ കാര്യം. ഒരു ഭാഗത്ത് എനിക്ക് വേണ്ടി കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും ഒരു വിടുതൽ കിട്ടുന്നില്ല. അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനം എടുത്തു. ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനം എടുത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു, അല്ല ഇത് സാവധാനം മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തമ്മില് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലഡൊക്കെ പോയി, ഇനി ജീവിക്കില്ല കൂടുതലായിട്ട്. എല്ലാം വിധി എഴുതി. അപ്പോഴേക്കിനും ഇതെല്ലാം അറിഞ്ഞു. ഞാൻ ഡിസ്ചാർജ് ചെയ്യാണ്. പരിഹസിക്കാൻ തുടങ്ങി എന്നെ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കുന്ന ആൾക്കാര് എല്ലാവരും മുസ്ലിങ്ങളാണ്. അന്ന് രാത്രി അവസാനമായിട്ട് ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് താഴെ ഇട്ടു. അപ്പോഴേക്കിനെ 2 കൈയും പിടിച്ച് എന്നെ എഴുന്നേൽപ്പിക്കണം. സ്വയമായിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. രാത്രി എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എനിക്കെന്നെ വാസ്തവത്തിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളത്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി കട്ടിലിന്റെ ചോട്ടിലൊക്കെ. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനിയായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ
നല്ലോണം പെരുമാറി. ഇവിടെ വന്ന് ഇവന് ഭ്രാന്തുമായി, അതുകൊണ്ടായി ഈ പിറുപിറുക്കുന്നത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എൻ്റെ ഹൃദയം കത്തുന്നത് പോലെയുള്ള ഒരു അനുഭവം. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുക. എന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. എങ്ങനെ കലങ്ങിപ്പോകാതിരിക്കും? എല്ലാം ജീവിതം അവസാനിച്ചു. പ്രാർത്ഥിക്കാനൊന്നും കൂടുതൽ അറിയില്ല. 2 കാര്യം പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തരണം. വാക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. കാരണം മരിക്കാൻ പോവുകയാണല്ലോ. ഇനിയിപ്പോ ആരും ആശ്രയിക്കാനില്ല. ദൈവം കൈവിട്ടു, എല്ലാവരും കൈവിട്ടൊരവസ്ഥയാ. ഇങ്ങനെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണ്. കർത്താവേ, നീ അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ, നീ മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്, അനേക രോഗികൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവനെ നീ എടുക്കണം. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ പോയി കിടക്കാനൊരിടയില്ലായിരിക്കും. ഞാൻ എവിടെ പോയി കിടക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ചിങ്ങനെ കഴിഞ്ഞു. ഞാൻ കണ്ണടച്ചിങ്ങനെ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു നിഴലിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. എന്നോട് ആ നിഴല് വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ, നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ചു എന്നോട് വന്നിട്ട്. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ നേരം വെളുത്താൽ എന്നെ ഡിസ്ചാർജ് ചെയ്തു. എനിക്ക് പോയി കിടക്കാനൊരു സ്ഥലമില്ല. ഞാൻ വീട്ടിലെത്തിയാൽ എന്നെ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും പള്ളിക്കാരും എല്ലാം ചേർന്ന് കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നോട് പറഞ്ഞു, ഈ നിഴൽ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റും. എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചങ്ങ് പൊക്കി. ഞാൻ എഴുന്നേറ്റ് അവിടെ കിടന്ന് ചാടി തുള്ളി ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കിന് ഭയങ്കര പ്രശ്നമായി. ആൾക്കാർ ഓടിക്കൂടി. എന്താണെന്ന് അറിയില്ല. കിടക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞത് 90% മുസ്ലിങ്ങളാണ്. എന്താണെന്നറിയില്ല. കാരണം ഇവരൊക്കെ കണ്ടതാണ്. 2 പേര് എന്നെ താങ്ങി പിടിച്ചല്ലാതെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റാത്തയിടത്ത് ഇവനതാ ചാടിക്കളിച്ച് തുള്ളിച്ചാടി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ കൂടി, ഡോക്ടർമാര് വന്നു, നഴ്സുമാര് വന്നു. എന്നെ അവരെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പൂർണ്ണമായി ബ്ലഡ് എല്ലാം ഒഴുകിപ്പോകുന്നതെല്ലാം മാറി പൂർണ്ണ ആരോഗ്യമുള്ളവനായി ഞാൻ കാണപ്പെടുകയാണ്. ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് എപ്രകാരം നന്ദി പറയണമെന്നറിയത്. വൈദ്യശാസ്ത്രം ഇനി ജീവിക്കയില്ല എന്ന് വിധി ചെയ്ത സ്ഥാനത്ത്, എല്ലാവരും കൈവിട്ട സ്ഥാനത്ത്, കൈവിടാത്ത എനിക്ക് വേണ്ടി ജീവനെ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തു അന്ന് രാത്രിയില് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ള സത്യം. ഞാൻ ഡിസ്ചാർജായി അടുത്ത ദിവസം പുറത്തിറങ്ങിയപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയാൽ എൻ്റെ 2 കൈയും കാലും അടിച്ചൊടിച്ച് നീ മരിക്കുന്നത് വരെ ചെലവിന് തരാൻ എൻ്റെ വീട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും ബന്ധുക്കളും എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു, എന്നെ സൗഖ്യമാക്കി. ഈ ഒരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് ഒരു വാക്ക് എനിക്ക് തന്നു, കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുക, ഞാൻ പറയുന്നത് വരെ നീ അവിടെ താമസിക്കുക. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഓടിപ്പോകാനാണ്, വീട്ടിലോട്ട് പോകരുതെന്നാണ് ദൈവവചനം എന്നെ പ്രബോധിപ്പിക്കുന്നത് മാത്രം മനസ്സിലായി. ഇപ്പൊ എവിടെ പോകണമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോ എൻ്റെ ഒരു യുക്തിവാദിയായ ഒരു അമ്മാവനുണ്ട്, കുടക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കർണാടകയിൽ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അദ്ദേഹം എന്നെ കുറിച്ചൊക്കെ കേട്ടിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായി ഇസ്ലാമിൽ വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചു കാലം അവിടെ എത്തിയപ്പോൾ തന്നെ
അവിടെയുള്ള കൂടുതൽ അടുത്തൊക്കെ ഉള്ള മുസ്ലിങ്ങൾ കൂടി ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ അറിഞ്ഞു അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. അങ്ങനെ വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തി. കയ്യിൽ പൈസയില്ല. ആഹാരം എന്ന് പറയുന്നത് ഈ പൈപ്പിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മാത്രമാണ്. സോപ്പില്ല, എണ്ണയില്ല, കുളിച്ചിട്ട് ദിവസങ്ങളോളമായി, മാറ്റാൻ വസ്ത്രമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേര സമയമായിട്ടുണ്ട്. നടക്കാനായിട്ട് പറ്റുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരെ വന്ന് ഒരു ഓവുപാലത്തിന്റെ മേലെ അവിടെ വന്നിരുന്നു. ഒരു അടി നടക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോ ആ ഓവുപാലത്തിന്റെ ചോട്ടിലോട്ട് അങ്ങ് കടന്നുപോയി അവിടെ കിടന്ന ആ ഓവുപാലത്തിന്റെ ചോട്ടിൽ കിടന്നങ്ങ് ഉറങ്ങി. അത്രമാത്രം സുഖമായ ഒരു ഉറക്കമായിരുന്നു അത്. രാവിലെ സൂര്യന്റെ ആ കിരണങ്ങൾ ഇങ്ങനെ കണ്ണിലോട്ട് അടിച്ചപ്പോഴാണ് പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുന്നത്. അപ്പൊ നോക്കിയവൻ നേരം വെളുത്തിരിക്കുക. പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോ എന്നെക്കാൾ നീളമുള്ള ഒരു പാമ്പിന്റെ വള അവിടെ കിടക്കുന്നു. പേടിച്ച് പുറത്തിറങ്ങിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ രാത്രി ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നോ വാസ്തവത്തിൽ ഞാൻ കിടന്നുറങ്ങിയത്? കർത്താവിനോട് പറഞ്ഞു, നീ ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നില്ല കിടന്നുറങ്ങിയത്, എൻ്റെ വിശാലമായ ചിറകടിയിലായിരുന്നു കഴിഞ്ഞ രാത്രി നീ വിശ്രമിച്ചത്. അന്ന് കിടന്നുറങ്ങിയതുപോലെ ഇന്ന് വരെ പിന്നെ അത്രയും സുഖകരമായ ഒരു ഉറക്കം കിട്ടിയിട്ടില്ല. ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണെന്ന് അതിലൂടെ രുചിച്ചറിഞ്ഞു. അത്രമാത്രം ഒരു ഉറക്കമായിരുന്നു അന്നുണ്ടായത്. പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് എനിക്ക് ഒരു ലെറ്റർ തന്നു. അലി, നീ എവിടെയാണെന്ന് അറിഞ്ഞില്ല, കുറച്ച് ദിവസമായി ലെറ്റർ വന്നിട്ട്, ഒരു ലെറ്റർ ആണ് എന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് തുറന്ന് വായിച്ചപ്പോ അതിൽ എഴുതിയിരിക്കുന്നു, എന്നെ ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നു, ജോലി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ അന്ന് ആ കത്തോലിക്ക സഹോദരൻ പറഞ്ഞ ആ പ്രവചനം ഓർക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം എന്നുണ്ടാകുന്നു അന്ന് എന്നെ തിരിച്ചെടുക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞൊരു ആ പ്രവചനം വാസ്തവത്തിൽ ഓർത്തു. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായതോടു കൂടിയാണ് എനിക്ക് പിന്നീട് ആ ജോലി തിരിച്ചു കെട്ടാനായിട്ട് ഇടയായി തീർന്ന് ജോലി ഞാൻ തുടർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേരെ ബോംബെയിൽ നിന്ന് പ്രൊമോഷനോടുകൂടെ, ഞങ്ങൾ 4-5 പേരുണ്ട്, ഒരാൾ മാത്രമേ പ്രൊമോഷൻ ഉള്ളൂ. അങ്ങനെ എന്നെ എല്ലാവരും എതിർത്തു. കാരണം ഞാൻ കുറെ ദിവസം സസ്പെൻഷനിലായിട്ട് നിന്നായതുകൊണ്ട് എന്നെ അതിനകത്ത് ചേർക്കാനായിട്ട് പാടില്ല. ഞങ്ങള് 3 പേരെ ചേർക്കാവൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. എന്നാൽ കുറച്ചു കാലം അവരെക്കാൾ വളരെ വിശ്വസ്തയോടെ, മദ്യപിക്കാതെ, കൃത്യനിഷ്ഠതയോടെ ജോലി ചെയ്തതിൻ്റെ പേരിൽ അവരെന്നെ എതിർത്തു. മറ്റുള്ളവരൊക്കെ മദ്യപിക്കുന്നവരായിരുന്നു. എൻ്റെ കൂടെയുള്ളവരൊക്കെ തന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്. അവരൊക്കെയും മദ്യപിക്കുമ്പോൾ ഞാൻ മദ്യപിക്കാതെ വളരെ കൃത്യനിഷ്ഠതയോടെ ജോലി ചെയ്യും, പോക്കറ്റ് മണിയൊന്നും വാങ്ങിക്കുകയില്ലായിരുന്നു. അങ്ങനെ മാനേജർ പറഞ്ഞില്ല, അലി വളരെ കൃത്യനിഷ്ഠതയോടെ ജോലി ചെയ്യുന്നു, അലിയും കൂടെ ഇപ്പൊ എങ്ങനെയാ തിരഞ്ഞെടുക്കുക? അങ്ങനെ 4 പേർക്കും കൂടെ നറുക്കിട്ടു. നറുക്ക് വീണത് എനിക്കായിരുന്നു. പ്രൊമോഷനോടുകൂടെ കുതിരമുഖ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മംഗലാപുരത്തിന്റെ അടുത്ത് ഞാൻ വന്നു. ഞാനവിടെ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വേലക്കായിട്ട് വിളിച്ചിട്ടുണ്ടെന്നു.
ദൈവവിളി അവിടെ എനിക്ക് ഉണ്ടായി. ഞാൻ പറഞ്ഞു, കർത്താവേ, അത് മാത്രം വേണ്ട. കാരണം പട്ടിണി കിടന്ന് വളരെ നാള് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓവർ ടൈം ചെയ്യുന്നതിന് പകരം ഞാൻ ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യാം എന്ന് പല പ്രാവശ്യം ദൈവവിളി ഉണ്ടായപ്പോൾ അതെല്ലാം തന്നെ ഞാൻ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ ഒരു വിരല് പൂർണ്ണമായിട്ട് അങ്ങ് ഒടിഞ്ഞ് ഇവിടുന്ന് അങ്ങ് തൂങ്ങി. ഒരു ചെറിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഒടിഞ്ഞങ്ങ് തൂങ്ങിയപ്പോ ദൈവത്തെ തിരസ്കരിക്കുന്നതിന്റെ ഫലമാണെന്നുള്ള ബോധ്യം വാസ്തവത്തില് എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. എൻ്റെ നാട്ടിൽ തന്നെ സ്വന്തം കുറച്ച് ദൂരെയായിട്ട് ഒരു 10-25 കിലോമീറ്റർ ദൂരെയായി വന്ന് ഒരു വീടൊക്കെ എടുത്ത് എങ്ങനെ പ്രവർത്തിക്കുക, ബൈബിൾ അറിയില്ല, മറ്റൊന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ 2 വർഷത്തോളം ഒരു ബൈബിൾസ് കോളേജിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായി. അത് പഠിച്ചു കഴിഞ്ഞിട്ടും മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിലും വീണ്ടും തുടർന്ന് തിരുവചനം പഠിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ചെന്നൈയിലുള്ളതായ ഒരു തിയോളജിക്കൽ സെമിനാരിയിൽ വീണ്ടും 4 വർഷക്കാലം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരു 6 വർഷക്കാലം ദൈവജനം പഠിക്കാനുള്ള ആദ്യ സാഹചര്യം സന്ദർഭങ്ങളൊക്കെ കിട്ടിയപ്പോൾ പഠിച്ച് പുറത്തിറങ്ങിയപ്പോ ഒരു സഭയുടെ പാസ്റ്ററായിട്ട് ഇരിക്കണം എന്നുള്ളൊരു താല്പര്യം എന്ന് എനിക്ക് വാസ്തവത്തിൽ ഉണ്ടായില്ല. എൻ്റെ സമുദായത്തിൽപ്പെട്ടതായ വ്യക്തികളോട് സുവിശേഷം പറയണം, അവർ നഷ്ടപ്പെട്ടവരാണ് എന്നുള്ള ആ ബോധ്യമാണ് വാസ്തവത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് പറഞ്ഞു, നിനക്കെന്റെ ആഗ്രഹം ഇതാണല്ലോ, റേഡിയോയിലൂടെ പ്രസംഗിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സംസാരിക്കാം. അപ്പൊ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന 25 പ്രവാചകന്മാരെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. ആദം മുതൽ മുഹമ്മദ് വരെയുള്ള ആയ വ്യക്തികളെ കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ചു കാലമൊക്കെ നല്ല ആളൊക്കെ കിട്ടി. പല ലെറ്ററുകളും പല സംശയങ്ങളും വരാനൊക്കെ ആയിട്ട് തുടങ്ങി. സംശയം ദൂരീകരിക്കാൻ കൂടുതൽ പഠനത്തിനായിട്ട് ബൈബിളും ഖുർആനും പഠനം. അവ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ബൈബിള് തിരുത്തപ്പെട്ടതാണെന്നൊക്കെ ഉള്ള മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ആ കാര്യങ്ങള്, അതിനെക്കുറിച്ച് പല വ്യക്തികളും ചോദിക്കാൻ തുടങ്ങി. ലെറ്റർ എഴുതി, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫോണുള്ളതായ കാലഘട്ടമായിരുന്നില്ല, അത് എഴുത്തായിരുന്നു. അപ്പോ ഞാൻ പഠനത്തില് ആരാണ് ബൈബിൾ തിരുത്തിയത്, എപ്പോഴാണ് ബൈബിൾ തിരുത്തിയത്, മുഹമ്മദിന് മുമ്പാണോ മുഹമ്മദിന് പിമ്പാണോ, എന്തിനു വേണ്ടിയാണ് ബൈബിൾ തിരുത്തിയത് എന്നൊക്കെ മുസ്ലിങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. അതിനൊരു ഉത്തരം വാസ്തവത്തിൽ മുസ്ലിം സഹോദരന്മാരിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ആ പഠനം കൂടുതൽ ഖുർആനിലേക്ക് കടന്നപ്പോൾ, ഖുർആനാണ് വാസ്തവത്തിൽ ഒറിജിനൽ ഖുർആനല്ല ഇന്ന് നിലവിലുള്ളത്. ഏകദേശം 42 സൈസ് ഖുർആൻ ഇന്ന് നിലവിലുണ്ട്. ഒറിജിനൽ ഖുർആൻ ഇല്ല. ഒറിജിനൽ ഖുർആൻ ഇല്ലാത്തത് കൊണ്ട് അത് മറച്ചു വെക്കാനാണ് ബൈബിളിനെതിരായിട്ടുള്ളതായ അപവാദ പ്രവചരണങ്ങൾ അവരെ നടത്തുന്നുള്ള ഒരു ബോധ്യം വാസ്തവത്തിൽ എനിക്ക് ലഭിച്ചു. തിരിച്ച് ഞാൻ അവരോട് ചോദിച്ചു, ഒറിജിനൽ ഖുർആൻ എന്ന നിലവിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി, അതിനെക്കുറിച്ചൊക്കെയുള്ള മറുപടി നൽകാനായിട്ട് ഒരു ത്രൈമാസിക സമയത്ത് ഞാൻ പുറത്തിറക്കി. ബൈബിളും ഖുർആനും കൂടുതൽ ബൈബിളിനെ കുറിച്ചും അതുപോലെ ഖുർആനെ കുറിച്ചും അള്ളാഹുവും ബൈബിളിൽ പറയുന്ന ദൈവവും ഒന്നല്ല, രണ്ടും രണ്ട് വ്യക്തിയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് അന്നത്തെ കാലത്ത്
അറബികൾ ആരാധിച്ചിരുന്നത് 360 ദേവീദേവന്മാരെയാണ്. ആ 360 ദേവീദേവന്മാരിൽ ഒരു ദേവനാണ് അള്ളാഹു. അള്ളാഹു സർവശക്തനായ ദൈവമല്ല എന്നുള്ള ബോധ്യം വാസ്തവത്തിൽ എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന ഈസാ നബി അല്ല, ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു എന്നുള്ളൊരു ബോധ്യം ഉണ്ടായതിനെ കുറിച്ചൊക്കെ പഠിക്കുകയും പുസ്തകങ്ങൾ ഏകദേശം 15ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ ഞങ്ങള് അൽനൂർ അപ്പോളജറ്റിക് മിനിസ്ട്രി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ തുടർ മാസിക ഏകദേശം ഒരു 15-20ഓളം വർഷം മുമ്പോട്ട് പോയി. ഈ കൊറോണ കാലം വരെയും ആ ത്രൈമാസിക മുമ്പോട്ട് പോയി. കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പോൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ അത് താൽക്കാലികമായി നിർത്തിവെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു അറബി ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളെ ഒരു പുസ്തകം, ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാഹുവിന്റെ വഞ്ചന എന്നൊരു പുസ്തകം എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടി. ആ പുസ്തകം വായിച്ചപ്പോഴേ അതിനകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ എൻ്റെ മനസ്സിൽ വന്നു, ഇതൊന്ന് വിവർത്തനം ചെയ്ത് മുസ്ലിങ്ങൾക്കായിട്ട് പ്രസിദ്ധീകരിക്കണം. അങ്ങനെ ഞാനും എൻ്റെ ചില കൂട്ടുകാരും കൂടെ ചേർന്ന് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഏകദേശം 400ഓളം പേജുള്ളതായ ഒരു പുസ്തകമാണ് ദ ഡിസെപ്ഷൻ ഓഫ് അല്ലാഹ്. ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. പൈസ ഇല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ അവസരം ഒരുക്കി തന്നു. അത് പബ്ലിഷ് ചെയ്യാൻ കുറെ മുസ്ലിങ്ങളിലേക്ക് അത് എത്തിക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചു. അതിൻ്റെ പുറമെ സ്ത്രീ ഇസ്ലാമിലും ക്രൈസ്തവ വിശ്വാസത്തിലും ഏകദേശം 80ഓളം പേജുണ്ട്. സ്ത്രീകളെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു, തൃത്വം അറിയാത്ത അള്ളാഹു, യേശുവും ഈശ ഒന്നല്ല, പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ, അബ്രഹാം യാഗം കഴിക്കാൻ കൊണ്ടുപോയത് ആരെ, ക്രൈസ്തവ മഹത്വം എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 15ഓളം 10ലധികം ബുക്ക്ലെറ്റ്സ് കറസ്പോണ്ടൻസ് ആയിട്ട് പ്രസിദ്ധീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ പുറമെ മറ്റു കുറെ ട്രാക്സുകൾ ബുക്കുകളൊക്കെയും പ്രസിദ്ധീകരിക്കുവാൻ ദൈവം ഇടയാക്കി. ഒരു സത്യം എനിക്ക് ബോധ്യമുണ്ടായി. യഥാർത്ഥ ദൈവമല്ല ഞാൻ വിശ്വസിച്ചു കൊണ്ടിരുന്നത്. ആ ദൈവവും ഈ ദൈവവും വ്യത്യസ്തമാണ്. ഖുർആനിലെ അള്ളാഹു എന്ന് പറയുന്നത്, അതിൻ്റെ ജനനത്തെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹു മറിയത്തിന്റെ ഊതി എന്നാണ് പറയുന്നത് 66:12. അങ്ങനെയാണ് ഈസാ നബി ജനിച്ചത്. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ എവിടെയും നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നില്ല. അള്ളാഹു എന്ത് ചെയ്തു? ഫർജിലൂതി എന്നാ പറയുന്നത്. തൻ്റെ ആത്മാവിൽ ചെന്ന് ഫർജിലൂതി, അതിന്റെ ഫലമായിട്ടാണ് ഈസാ നബി ജനിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ജനനം വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ഈസാ നബി വരുന്നത് കുരിശ് തകർക്കാനും പന്നിയെ കൊല്ലാനുമാണ് എന്ന് പറയുന്നു ഖുർആൻ. പക്ഷെ വിശുദ്ധ ബൈബിള് പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ പറയുന്നതായ വ്യക്തിയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന വ്യക്തിയും ആ വ്യക്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ള ആ ബോധ്യം എനിക്ക് ലഭിച്ചു. ഇതുപോലെ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 5 സ്റ്റാർ വേശ്യാലയത്തിൽ എന്തെല്ലാം കിട്ടും അതെല്ലാം തന്നെ ഇസ്ലാമിലെ സ്വർഗത്തിൽ ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ കർത്താവ് പഠിപ്പിച്ച സ്വർഗം എന്ന് പറയുന്നത് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവിടെ വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, എല്ലാവരും ദൈവദൂതന്മാർക്ക് തുല്യമാണെന്ന് അവിടെ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിലെ
ഓരോ വ്യക്തികൾക്കും 72 ഹൂറികൾ സ്ത്രീകളെ കൊടുത്ത് അവിടെ മദ്യമൊഴുകുന്ന പുഴകളുണ്ട്. അവിടെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ളതായ ജഡീകമായ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു സ്വർഗമാണ് ഇസ്ലാമിലെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പുസ്തകങ്ങൾ എഴുതാനും ലേഖനങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കുവാനൊക്കെയും കർത്താവ് അവസരം ഒരുക്കി തന്നു. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ ഏകദേശം 1 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹം 98% സുവിശേഷം കേൾക്കാത്തവരാണ്. അവരോട് സുവിശേഷം പറയാന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് പറഞ്ഞത് എല്ലാവരും വചനം കേൾക്കണമെന്ന്, സകല സൃഷ്ടികളും സുവിശേഷം കേൾക്കണമെന്ന. മറ്റൊരുവനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട മറ്റൊന്നുമില്ല. ഇതിലായോ? ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയില്ല എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ മറ്റൊരുവനിൽ രക്ഷയില്ല. ഇതിലായോ? വേദപുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരാശയം. അപ്പൊ അതുകൊണ്ട് നമ്മള് സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക എന്നുള്ളത് കർത്താവ് കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. ആ കൽപ്പന സ്ഥിരസ ഏറ്റെടുത്ത് ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കാതെ, ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവിനെ പ്രസംഗിക്കുവാൻ, പരസ്യമായി റോട്ടിൽ നിന്നുകൊണ്ട് ഒക്കെ പ്രസംഗിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വ്യക്തിപരമായ പ്രാർത്ഥന ചോദിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടും ദൈവദാസനോടും മറ്റെല്ലാ വിശ്വാസികളോടും ഞങ്ങൾക്ക് വേണ്ടി, ഈ ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കിൽ നിന്ന് വിളിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ദൈവസനെ പ്രാർത്ഥിക്കാം. കർത്താവ് ദാസനെ ഒരു വാക്ക് ദൈവസനത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇപ്രകാരം അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ ജോയ്സ് ടി വി ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ, മറ്റൊരുവനിലും രക്ഷയില്ല, ഞങ്ങൾക്ക് രക്ഷ നൽകുവാൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ഞങ്ങളുടെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ പ്രസ്ഥാനത്തെ ജോയ്സ് ടി വി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികളെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, കർത്താവെ, രക്ഷയുടെ സന്ദേശത്തിലേക്ക് അവർ കടന്നു വരുവാൻ, മറ്റൊരുവനിൽ രക്ഷയില്ലല്ലോ കർത്താവെ, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്നവരെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയതായ നാമത്തിൽ തന്നെ. ആമേൻ.